എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നപ്പോൾ ഇവിടെ മണിക്കുട്ടീനെ കണ്ടില്ല കേട്ടോ. സാധാരണ എന്ന് വരുമ്പോഴും മണിക്കുട്ടി ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് കുറേ നേരം അവളെ കണ്ടില്ല. എവിടേക്കാണ് പോയെന്ന് അറിയില്ല. ഞാൻ തറവാടിൻ്റെ അവിടെയൊക്കെ വണ്ടിയുമ്പോൾ ചെന്ന് നോക്കി, അവിടെ ഒന്നും അവളെ കണ്ടില്ല. അപ്പോൾ വൈഫ് പറഞ്ഞ് കുറേ നേരമായി അവൾ പോയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്, കന്നിമാസമാണ്. അവൾ ആരെങ്കിലും കൂടെ പോകേണ്ടി പോകുന്നൊരു സംശയം. ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് കുറേശ്ശെ കഞ്ഞി കൊടുക്കട്ടോ. പിന്നെ വേണ്ട. മണിയേ മണിയേ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കാണാനില്ല, വീണ്ടും പോയിന്നുണ്ട്. എവിടെയായിരുന്നു, എവിടിച്ച് പോയിൻ്റെ അടുത്ത്? അപ്പം എത്ര നേരമായി വന്നിട്ട് നോക്കണമെന്ന് അറിയോ നിന്നെ? അറിയോ? മണിക്കുട്ടീനെ കെട്ടിടേണ്ടി വരും. എന്നെ പിടിച്ച് കെട്ടിടന്നാ പറയണ അമ്മട്ടാ. നീ പിടിച്ച് ഓടിപ്പോയത്? ഒരു മാസം നിന്നെ പിടിച്ച് കെട്ടിടുന്ന പറയണ അമ്മ. ഇവിടെ കെട്ടിയിടും കേട്ടാ. തിന്നു. കണ്ണ് ചോന്നുണ്ടോ? കെട്ടിയിടണം കേട്ടാ നിന്നെ. ഇവള് എന്താ പറയുക, കന്നിമാസമല്ല, അതുകൊണ്ട് ഇവളധികം പുറത്തേക്ക് വിടണ്ടെന്നാണ് വൈഫ് പറയുന്നത്. ഞങ്ങൾക്കാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ പോകാനുള്ളൊരു ഗ്യാപ്പും കിട്ടുന്നില്ല ഇപ്പോൾ. ആദ്യം പോയിട്ട് പിന്നെ 2 പ്രാവശ്യമൊക്കെ പോകണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അപ്പനിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഞാൻ ആകെ 1-2 മണിക്കൂറൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്. വന്നൊന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് ഭക്ഷണം കൊടുത്ത് തത്തക്കുട്ടികളെയൊക്കെ ഒന്ന് നോക്കി ചെടികളൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനങ്ങനെ പോവും. അങ്ങനെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട്, ഒരു 10-15-16 ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഇവളെന്തോ ഒപ്പിക്കാമെന്നും പറയാൻ പറ്റില്ല. ഇനി ഇവള് വീണ്ടും ഒരു ഡെലിവറിയും കാര്യങ്ങളും കുട്ടികളും അവരെ നമ്മൾ പാക്ക് ചെയ്യലൊക്കെ ആലോചിക്കാൻ തന്നെ വയ്യ. കാരണം നമ്മളൊരു ഘട്ടത്തിലൂടെ കടന്നു പോയതാണ്. എന്തായാലും അതിലത്തെ 7 കുട്ടികളും പോയി കിട്ടി. ഇനിയിപ്പോൾ വീണ്ടും അങ്ങനൊരു ഘട്ടം വരരുതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഇവളെ കുറച്ച് ദിവസം കെട്ടിയിടാന്നാണ് വൈഫ് പറയുന്നത്. പിന്നെ ഇവളെ ഇന്നലെ ഈ വീട്ടിലെ കോഴി, ഞങ്ങളും അവരും ഒരുമിച്ച് കോഴികളെ അഴിച്ചിടാട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇവർ കോഴികളെ അഴിച്ചിടുമ്പോൾ ഇവരൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ആക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ ആരും പുറത്തേക്ക് ആക്കാറില്ല. ഉക്രപ്പന അവിടെ കെട്ടിയിട്ട് ഇവർ രണ്ടാളും കൂടി ഉണ്ടാവും. മണിക്കുട്ടി കുട്ടൂസിന് എന്നൊക്കെ ആയിട്ട് കളിക്കണ പോലെ തന്നെയാന്ന് തോന്നുന്നു. കോഴിക്കുട്ടികളായിട്ട് കളിച്ച് ഇന്നലെ ചേട്ടത്തിയായിട്ട് ഒരു കോഴിക്കുട്ടീനെ പിടിച്ചു. പക്ഷേ കൊന്നൊന്നുമില്ല കേട്ടോ, ചത്തിട്ടൊന്നുമില്ല. പക്ഷേ അവൾ പിടിച്ചൊരു കോഴീനെ. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ട്. കോഴിക്കുട്ടികളെ ഇനി അവൾ പിടിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ കുറച്ച് ദിവസം ഇവളെ കെട്ടിയിടാന്നാണ് തോന്നുന്നത്. ഞാൻ തിരിച്ചു വരുവോളെങ്കിലും ആസ്പത്രിയിലത്തെ ഡിസ്ചാർജൊക്കെ ആയിട്ട് വരുവോളം ഇവളെ കെട്ടിയിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുട്ടൂസല്ല, അവനെ പിടിച്ച് പുറത്തേക്ക് ആക്കാം. ആ സമയത്ത് കോഴീനെ കഴിച്ചിട്ടുള്ള സമയത്ത് അവനെ പിടിച്ച് പുറത്തേക്ക് ആക്കാം എന്ന് വിചാരിക്കണം. അപ്പോൾ അവർ ഭക്ഷണം ഏകദേശം കഴിഞ്ഞു തുടങ്ങി. മണിക്കുട്ടിയുടെ ഒക്കെ എല്ലാവരും കഴിഞ്ഞു തുടങ്ങി. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. ഉക്രപ്പനും കഴിക്കുന്നുണ്ട്. ഉക്രപ്പനൊക്കെ നന്നായി ചടച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പരിചരണം കിട്ടാത്തണ്ടാന്ന് തോന്നുന്നുണ്ട്. എന്താ ഞാൻ കൊടുത്താൽ കഴിക്കില്ല? നീ കൊടുത്താൽ കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ചടച്ചിട്ടുണ്ട്. ഉക്രപ്പന തന്നെ ചടവുള്ളൂ കേട്ടോ, ഇവർക്കൊന്നും ചടവില്ല. ഉക്രപ്പന അത് വയസ്സായതിൻ്റെ ആവും ചിലപ്പോൾ. ഇതെപ്പോഴാണ്ടായേ? ഉക്രപ്പൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവനെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല കേട്ടോ, അവിടെ നിന്ന് വരും. ചില നായ്ക്കളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അവിടെ ഉണ്ട്, അവിടെ മാറ്റി കേട്ട് ബാക്കിൽ കേട്ടി ഇങ്ങോട്ട് വന്ന് കാറിൻ്റെ വീടുമലായിട്ട് ഉക്രപ്പനിപ്പോൾ കെട്ടിയിട്ടുണ്ട് കുറേ ദിവസമായിട്ട്. ഇവിടെ ചാക്ക് വെച്ചതുണ്ടാവും, ചാക്കിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ എന്താവും കക്കി വെച്ചു, അതുകൊണ്ടാണ് മാറ്റിയത്. ഇവർക്ക് ഇടയ്ക്ക് പച്ചപ്പുല്ല് ഇതിനൊരു പരിപാടിയൊക്കെ ഉണ്ട്. വയറുവേദന എന്തൊക്കെ വരുമ്പോഴാണെന്നുണ്ട്.
ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. മണിക്കുട്ടി ഇതാ അപ്പുറത്തെ മാവിൻ്റെ ചോട്ടിൽ പോയി കിടക്കുന്നുണ്ട്. കുട്ടൂസ് ആ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പോയി നോക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇത്രയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവൻ കുറച്ച് ഛർദ്ദിച്ച പോലെയുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല.